പീരീഡ് പാൻറ്റീസ് ഒക്കെ ഒത്തിരി ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ കംഫർട്ടബിൾ ആയിട്ടുള്ള ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന പീരീഡ് പാൻറ്റീസ് വളരെ ചുരുക്കമാണ്. അതിലേറ്റവും ടോപ്പാണ് മഹീന പീരീഡ് പാൻറ്റീസ്. ഞാൻ ആദ്യം ഇതിന് റിവ്യൂ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു, കാരണം ഞാൻ ഇതുവരെ അങ്ങനെ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു പീരീഡ് പാൻറ്റീസ് ഒക്കെ എങ്ങനെ എടുത്ത് കാണിക്കുന്നതെന്നുള്ളൊരു ചമ്മലും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന് റിവ്യൂ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഇത് അത്രയും കംഫർട്ടബിൾ ആണ്. ഇൻസ്റ്റാഗ്രാമിലെ പരസ്യം കണ്ടിട്ടാണ് ഞാനിത് വാങ്ങുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നി. പാഡ് വാങ്ങി കാശ് കളയുന്നേക്കാളും എത്ര ബെറ്റർ ആണിത്. പിന്നെ ഇവരുടെ സൂപ്പർ ഹെവി ഉണ്ട്, ഹെവി ഫ്ലോ ഉണ്ട്, സൂപ്പർ ഹെവി, മീഡിയം, അങ്ങനെ 4 സൈസ് എന്തോ വരുന്നുണ്ട്. ഞാൻ ഹെവി ഫ്ലോ ആണ് മേടിച്ചത്. പീരീഡ് കപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പീരീഡ് കപ്പിലും ചില സമയത്ത് എനിക്ക് ലീക്ക് തോന്നിയിട്ടുണ്ട്. തോന്നുന്നല്ല, ലീക്ക് ഉണ്ടായിട്ടുണ്ട്. 719 രൂപ എങ്ങാണ്ടാണ് ഞാനിത് മേടിച്ചപ്പം. കംഫർട്ടാണ് ഇതിന്റെ ബെസ്റ്റ് പാർട്ട്. ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് കണ്ടില്ല, നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള മെറ്റീരിയലാണ്. 12 അവർ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട് ഇവര്. റീയൂസ് ചെയ്യാൻ പറ്റും, അബ്സോർബന്റ് ആണ്, ശരിയാണ്, ലീക്ക് പ്രൂഫ് ആണ്, കംഫർട്ടബിൾ. 100 തവണ നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റും. ഡിറ്റർജന്റ് ഉപയോഗിച്ച് വാഷ് ചെയ്തെടുത്താൽ മതി. സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് സാധാ പോലെ നമ്മൾ അഴയിലിട്ട് ഉണക്കാം. ഇനിയിപ്പോൾ മഴക്കാലാകുമ്പോൾ ഇത് ഉണങ്ങുമെന്ന് ചോദിച്ചാൽ ഉണങ്ങും. ഫാൻ്റെ ചോട്ടിലിട്ടാൽ മതി. ഒരു ഹാങ്ങറിലെങ്ങാനായിട്ടിട്ട് ഫാൻ്റെ ചോട്ടിലിട്ടാൽ അത് ഉണങ്ങിക്കോളും. നമ്മൾ ഈ തോർത്തൊക്കെ പിഴിയുന്ന പോലെ ഇങ്ങനെ എടുത്ത് പിഴിയരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ സാധാ പാൻറ്റീസ് ഇടുന്ന പോലെ തന്നെ ഉള്ളൂ. എക്സ്ട്രാ ഒന്നും ചെയ്ത പോലെ ഒന്നും തോന്നില്ല. അത്രയും കംഫർട്ടബിൾ ആണ്. നൈറ്റ് ടൈമാണ് ഞാനിത് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഒരു ലീക്കും ഇല്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഒട്ടും ഹെവി ആയ പോലത്തെ ഫീലും ഇല്ല. ഞാൻ യൂസ് ചെയ്തപ്പം ഇതിൽ എനിക്ക് ഒട്ടും നനവ് തോന്നിയില്ല. അതുകൊണ്ട് ആ ഒരു ഇറിറ്റേഷൻ ഇല്ല. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനം തന്നെയാണ്. ഞാൻ ഇതിന് 10 out of 10 തന്നെ കൊടുക്കും.